Hello dear friends, today we are going to discuss fourth part of nursing tutor question paper. The exam conducted in Kerala PSC 2018. So previous three parts you can watch. I will provide in the end screen. So first question, which of the following rhythm is considered as lethal dysrhythmia? Options: idioventricular rhythm, junctional escape rhythm, premature atrial contraction, multifocal atrial tachycardia. Correct answer idioventricular rhythm. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ lethal dysrhythmia, lethal മീൻസ് fatal dysrhythmia, അപകടകരമായതാണ് lethal എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇഡിയോവെൻട്രിക്കുലർ rhythm ആണ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ലെതൽ കോസിംഗ് ഡെത്ത്, ഡെഡ്ലി, ഫാറ്റൽ എന്നൊക്കെയാണ് അതിന്റെ ലെതൽ എന്നുള്ള മീനിങ് ആണ്. ഒരു ഡെഡ്ലി ആയിട്ടുള്ള അരിത്മിയ, ഒരു VTVF പോലെയുള്ള അരിത്മിയാണ്. വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇതൊക്കെ ഇഡിയോ വെൻട്രിക്കുലറിൽ പെടുന്നതാണ്. അതുപോലെ പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആൻഡ് അസിസ്റ്റോൾ. പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ PEA, അതായത് പൾസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അബ്നോർമൽ റിതംസ് ആണ്. PEA അബ്സെന്റ് ആയിരിക്കും, റേറ്റ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് PEA. നമുക്ക് പല ഐസിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കണ്ടു പരിചയം ഉണ്ടാവും. അതുപോലെ അസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ലൈൻ ആണ്. ഇത് രണ്ടും PEA അല്ലെങ്കിൽ പൾസിലസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും അസിസ്റ്റോളും അൺഷോക്കബിൾ റിതമാണ്. ഈ ഒരു റിതം പെട്ടെന്ന് പേഷ്യന്റിന് വരികയാണെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കില്ല. ആ സമയത്ത് നമ്മൾ CPR കൊടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഏതാണ് ചോദിക്കാം, അൺഷോക്കബിൾ റിതം ഏതാണെന്ന് ചോദിക്കാം. ACLS ഒക്കെ കഴിഞ്ഞവർക്ക് ഇതൊക്കെ കാണാപ്പാടായിരിക്കും, അവർക്കൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഓർത്ത് വെച്ചേക്കുക, അൺഷോക്കബിൾ റിതം ആണ് PEA. അതുപോലെ അസിസ്റ്റോൾ. അപ്പൊ അസിസ്റ്റോള് പേഷ്യന്റിന് വരുമ്പോൾ നമ്മൾ നോക്കണം, പേഷ്യന്റ് എന്തെങ്കിലും ഒരു ECG ലീഡ് വിട്ട് കിടപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അത് ഇല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റോൾ ആയിരിക്കും. സാധാരണ VT ഒക്കെ വരുമ്പോൾ അതിനിടയ്ക്ക് അസിസ്റ്റോൾ വന്ന് കാണുന്നുണ്ട്. ഞാൻ ICUയിൽ വർക്ക് ചെയ്ത സമയത്ത് പലപ്പോഴും അസിസ്റ്റോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ CPR കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം an idioventricular rhythm is a cardiac rhythm characterized by a rate of less than 50 beats per minute. ഇഡിയോവെൻട്രിക്കുലർ റിതത്തിന് റേറ്റ് 50-ൽ കുറവായിരിക്കും, ലെസ് ദാൻ 50 ആയിരിക്കും. ആബ്സെൻസ് ഓഫ് P waves and widening of QRS complex. Absence of P waves and widening of QRS complex. In cases where the heart rate is between 50 and 110 beats per minute, it is known as an accelerated idioventricular rhythm. 50 തൊട്ട് 110 വരെ ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ആക്സലറേറ്റഡ് ഇഡിയോവെൻട്രിക്കുലർ റിതം ആണ്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് ഓക്സിജൻ ഈസ് റെക്കമെൻഡഡ് വെൻ ഓക്സിജൻ ഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ. കറക്റ്റ് ആൻസർ 4 ലിറ്റർ പെർ മിനിറ്റ്. ഹ്യൂമിഡിഫയർ സാധാരണ നമുക്കറിയാം, ഓക്സിജൻ കണക്ഷൻ, സെൻട്രലൈസ്ഡ് ഓക്സിജൻ ആണെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ആ ഒരു ബെഡിന്റെ മുകളിൽ സൈഡിലായിട്ട് ആ ഒരു ഓക്സിജൻ നോബിന്റെ സൈഡിലായിട്ടൊരു കുപ്പിയുടെ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുള്ള, നമുക്ക് സ്റ്റെറൈൽ വാട്ടറൊക്കെ നിറച്ചിട്ടുള്ള ഒരു ബോട്ടിൽ കാണാം. ആ ഓക്സിജൻ ഫ്ലോമീറ്ററും കാണാം. അവിടെ സാധാരണ നേസൽ കാനുലയില് 4 ലിറ്റർ 1 to 4 ലിറ്റർ ആണ് നേസൽ കാനുലയില് ഓക്സിജൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു നേസൽ കാനുലയിലുള്ള ഓക്സിജൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമില്ല, ഹ്യൂമിഡിഫയറിന്റെ ആവശ്യമില്ല. ഓക്സിജൻ മാസ്കിലൂടെ അല്ലെങ്കിൽ വെഞ്ചുറി മാസ്കിലൂടെ ഒക്കെ നമ്മൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ എന്തായാലും ഹ്യൂമിഡിഫയറിന്റെ ആവശ്യമുണ്ട്. നമുക്കൊന്ന് നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ഇൻക്ലൂഡിംഗ് എയർ ആൻഡ് ഓക്സിജൻ ഹാവ് എ ഡ്രൈയിങ് ഇഫക്ട് ഓൺ മ്യൂക്കസ് മെംബ്രെയിൻസ് റിസൾട്ടിംഗ് ഇൻ എയർവേ ഡാമേജ്. സെക്രീഷൻസ് ക്യാൻ become thick and difficult to clear or cause airway obstruction. അപ്പൊ സാധാരണ രീതിയിലുള്ള ഹ്യൂമിഡിഫയർ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മുടെ നേസൽ മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിന് ഡ്രൈ ആകും. ഈ ഓക്സിജനും മെഡിക്കൽ ഗ്യാസിനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് മ്യൂക്കസ് മെംബ്രെയിൻ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. എപ്പോഴും പേഷ്യന്റ് വെള്ളം ചോദിക്കുന്നത് കണ്ടിട്ടില്ല ചിലപ്പോഴൊക്കെ. അത് കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ആ ഒരു സമയത്ത് ഈ ഹ്യൂമിഡിഫയർ ഉണ്ടെങ്കിൽ ആ ഡ്രൈനെസ് വളരെ കുറയും. അതുപോലെ സെക്രീഷൻസ് തിക്ക് ആകാനുള്ള സാധ്യത കുറയും, ക്ലിയറും മ്യൂക്കസ് പ്രൊഡക്ഷനും ഒക്കെ കുറയും. It is not routine practice to humidify supplemental oxygen for low flow oxygen via nasal cannula 1 to 4 liter per minute. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേസൽ കാനുലയിലാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. Next question. An
anti-dysrhythmic drug that possesses some characteristic of all groups of anti-dysrhythmic drugs. Options: lidocaine, amiodarone, adenosine, procainamide. Correct answer amiodarone ആണ്. amiodarone anti-dysrhythmic agent ആണ്. നമ്മൾ സാധാരണ കോഡ്രോൺ എന്നൊക്കെ ഐസിയിൽ പറയും. നമുക്ക് നോക്കാം. Anti-dysrhythmic drugs, these medications work to correct the rhythm of your heart. ഇപ്പൊ അഡിനോസിൻ ആയിക്കോട്ടെ, പ്രൊക്കൈനാമൈഡ് ആയിക്കോട്ടെ, കോഡ്രോൺ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ആന്റി ഡിസ്റിഥമിക് ഏജന്റ് ഡ്രഗ്സ് ആണ്. ഒരു പേഷ്യന്റ് വീട്ടി അടിച്ച് വന്നു, ഹാർട്ട് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെഡിസിൻ കൊടുക്കാറുണ്ട്. കോഡ്രോൺ, അമിയോഡ്രോൺ, അതർ നെയിം അമിയോഡ്രോൺ ആണ്. കോഡ്രോൺ വേറെ നെയിം ആണ്, ഓർത്ത് വെക്കുക. ഈസ് ആൻ ആന്റി അരിത്മിക് ഡ്രഗ് യൂസ്ഡ് ഫോർ മെനി സീരിയസ് അരിത്മിയാസ് ഓഫ് ദ ഹാർട്ട്, ഇൻക്ലൂഡിംഗ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, ആർട്ടറിയൽ ഫിബ്രിലേഷൻ ആൻഡ് ആർട്ടറിയൽ ഫ്ലട്ടർ. സാധാരണ കൊടുക്കുന്ന ഒരു ആന്റി ഡിസ്അരിത്മിക് ഡ്രഗ് തന്നെയാണ്, ആന്റി അരിത്മിക് ഡ്രഗ് തന്നെയാണ്. 1 ആംബ്യൂൾ കോഡ്രോൺ എന്ന് പറയുമ്പോൾ 150 mg ആണ്. 150 mg 3 ml ഉണ്ട്. സാധാരണ ഐസിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, കാർഡിയക് ഐസിയിലൊക്കെ. 1 ml = 50 mg ആണ്. 1 ml = 50 mg ആണ്. ഒരു ആംബ്യൂള് 150 mg ആണ്. 150 mg IV bolus in 10 minutes may repeat as necessary. ബോളസ് നമ്മൾ എന്ത് ചെയ്യും? 150 mg IV നമ്മൾ NS നോർമൽ സെറൈനിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ കൊടുക്കും. അത് റിപ്പീറ്റ് ചെയ്യും വേണമെങ്കിൽ. Then 1 mg per minute IV for 6 hours. Then 0.5 mg per minute IV for 18 hours. അത് ഓർക്കണം. Not to exceed 2.2 gram per 24 hour. 24 hourൽ 2.2 gram കൂടാതെ രീതിയിൽ വേണം നമ്മൾ മെഡിസിൻ കൊടുക്കാൻ വേണ്ടി. Next question. The mean arterial pressure to be maintained to maintain the perfusion of the spinal cord after spinal cord injury. Correct answer 85 to 90 mmHg. The mean arterial pressure to be maintained to maintain the perfusion of the spinal cord after spinal cord injury, that is 85 to 90 mmHg. പുറത്തുനിന്ന് കുറച്ച് കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. Which of the following is not a contraindication for nasotracheal intubation? കറക്റ്റ് ആൻസർ മാൻഡിബുലർ ഫ്രാക്ചർ. മാൻഡിബുലർ അല്ലെങ്കിൽ ജോ ഏരിയയിലുള്ള ഫ്രാക്ചർ നമ്മുടെ നേസോട്രക്കിയൽ ഇന്റുബേഷനുള്ള കോൺട്രാഇൻഡിക്കേഷൻ അല്ല. മാൻഡിബിൾ ഫ്രാക്ചർ ഉണ്ടെങ്കിലും നേസൽ ഇന്റുബേഷൻ ചെയ്യാം. അപ്പം മാൻഡിബിൾ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സാധാരണ എൻഡോട്രക്കിയൽ ഇന്റുബേഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നേസോട്രക്കിയൽ ഇന്റുബേഷൻ ആണെങ്കിൽ അവിടെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Mandibular fracture, also known as fracture of the jaw, is a break through the mandibular bone. നമ്മുടെ താടിയല്ലേ. Frontal sinus fracture, that is maxillofacial fractures ആണ്. maxillofacial fractures ആണ് frontal sinus fracture. sinus ഏരിയയിലുള്ള ഫ്രാക്ചർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റില്ല, നാസോട്രക്കിയൽ ഇന്റുബേഷൻ സാധ്യമല്ല. Basilar skull fracture is a break of bone in the base of the skull. സ്കൾ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ there will be chance of vomiting and aspiration. സോ നാസോട്രക്കിയൽ ഇന്റുബേഷന് ബുദ്ധിമുട്ടാണ്. ഈ ഒരു പടം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നു. നാസോട്രക്കിയൽ ഇന്റുബേഷൻ താടിയെല്ലിന് മാൻഡിബുലർ ഫ്രാക്ചർ കോൺട്രാഇൻഡിക്കേഷൻ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When was the first national health policy formulated? Correct answer 1983. 1983 ഫസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്തത്. നാഷണൽ ഹെൽത്ത് പോളിസി ടു മാക്സിമൈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പേഴ്സൺസ് ഹെൽത്ത് ആൻഡ് ദെയർ ലീവ്സ് ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ്. ദാറ്റ് ഈസ് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രാധാന്യം 1983 ഫോർമുലേറ്റ് ചെയ്തത്. Next question. World Immunization Week is observed every year during. Correct answer last week of April. ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ ആണ് വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം ഈ ഒരു ഏപ്രിൽ 24 തൊട്ട് 30 വരെ, ഏപ്രിൽ 24 ടു ഏപ്രിൽ 30 ആണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ വീക്ക്. അപ്പൊ 2021 നാഷണൽ ഇമ്മ്യൂണൈസേഷൻ വീക്കിന്റെ തീം എന്താണ്? വാക്സിൻസ് ബ്രിങ് അസ് ക്ലോസർ. വാക്സിൻസ് ബ്രിങ് അസ് ക്ലോസർ എന്നുള്ളതാണ് നാഷണൽ തീം.
നാഷണൽ ഇമ്മ്യൂണൈസേഷൻ വീക്കിന്റെ തീം ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ ഇമ്മ്യൂണൈസേഷന്റെ പ്രാധാന്യമുള്ള സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ വാക്സിൻ ബ്രിങ് അസ് ക്ലോസർ എന്നുള്ളത് പഠിച്ചു വെക്കാം. 2020 തീം എന്താണ്? വാക്സിൻസ് വർക്ക് ഫോർ ഓൾ. വാക്സിൻസ് വർക്ക് ഫോർ ഓൾ എന്നുള്ളതാണ് 2020 തീം. ഇനി വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എപ്പോഴാണ്? ഓഗസ്റ്റ് 1 to 7. ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെയുള്ള സമയത്താണ് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്. ഇനി 2021 ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് വരുന്നതേ ഉള്ളൂ. 2020 തീം എന്താണ്? സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ്. സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2020 ബ്രസ്റ്റ് ഫീഡിംഗ് തീമിന്റെ വീക്കിന്റെ തീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് മിഷൻ ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ വിത്ത് ദ എയിം ഓഫ് എക്സ്പാൻഡിംഗ് ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഇൻ 2014. കറക്റ്റ് ആൻസർ മിഷൻ ഇന്ദ്രധനുഷ്. 2014 ഇമ്മ്യൂണൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് മിഷൻ ഇന്ദ്രധനുഷ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നഡ്ഡ ഓൺ 25 ഡിസംബർ 2014. അപ്പൊ അന്നത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു JP നഡ്ഡ. ഇപ്പോഴത്തെ ആരാണ്? ഹർഷവർദ്ധൻ. ഡോക്ടർ ഹർഷവർദ്ധനാണ് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. അതൊന്ന് ഓർത്ത് വെക്കണം. കേരളത്തിന്റെ ആണെങ്കിൽ വീണ ജോർജ് ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. The scheme this seeks to drive towards 90% full immunization coverage of India and sustain the same by year 2020. 90% immunization coverage ആണ് ലക്ഷ്യമിടുന്നത്. Vaccination is being provided against 8 vaccine preventable diseases nationally: diphtheria, whooping cough, tetanus, polio, measles, severe form of childhood tuberculosis and hepatitis B meningitis. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ന്യൂമറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്? കറക്റ്റ് ആൻസർ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് ലൈവ് ബർത്ത്. നമ്പർ ഓഫ് എത്ര കുട്ടികൾ ലൈവ് ബർത്ത് ജീവനോടെ ജനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റിൽ ബർത്തും ഉണ്ട്. സ്റ്റിൽ ബർത്ത് എന്ന് പറയുമ്പോൾ ജീവനില്ലാതെ ജനിക്കുന്നു. ജീവനോടെ ജനിക്കുന്നു, അതാണ് ഫെർട്ടിലിറ്റി റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഫെർട്ടിലിറ്റി റേറ്റ്, ഗ്ലോബൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.4 ആണ്. അതായത് ലോകത്തിലെ മൊത്തമുള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയെന്ന് വെച്ചാൽ 2.22 ആണ്. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ എത്ര വയബിൾ ലൈവ് ബർത്ത് ഉണ്ടാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ 2.22 ആണ്, വേൾഡിൽ 2.44 ആണ്. ഇത് 1950 4.7 ഒക്കെ. അപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. സ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ 1.7, 1.5 ഒക്കെയാണ്. ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള കൺട്രി നൈജീരിയയാണ്. അവിടെ 7 ഒക്കെയാണ് ഫെർട്ടിലിറ്റി റേറ്റ്. സോ 70ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അൺയൂസ്ഡ് BCG ഷുഡ് ബി discarded how many hours after reconstitution? കറക്റ്റ് ആൻസർ 4 ആണ്. അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ വയലിലുള്ള പൊടി കലക്കി വെച്ച്, ആ ഡൈല്യൂവന്റ് ഉപയോഗിച്ച് കലക്കി വെച്ചതിന് ശേഷം BCG വാക്സിൻ 4 hours യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യണം. മാക്സിമം യൂസ് ചെയ്യാനുള്ള സമയം 4 hours ആണ്. അൺയൂസ്ഡ് BCG ഷുഡ് ബി ഡിസ്കാർഡഡ് ഹൗ മെനി അവേഴ്സ് ആഫ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ 4 hours. കലക്കി വെച്ചതിന് ശേഷം 4 മണിക്കൂറിനുള്ളിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എടുത്ത് വലിച്ചു കളയണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ വല്ലാണ്ട് നീണ്ടു പോകണ്ടെന്ന് കരുതിയിട്ടാണ് 10 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല നമുക്ക്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ജയച്ചയുടെ വീഡിയോയും ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കേരള PSCയുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം. എങ്കിലും നിങ്ങളുടെ പഠനം മുന്നോട്ട് തന്നെ പോകണം. സ്റ്റാഫ് നഴ്സസിന് എത്ര എക്സാം ആണ് ഈ വർഷം ഉള്ളത് എന്നറിയോ? അപ്പൊ നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ്. നിംഹാൻസ് വരുന്നുണ്ട്, ട്യൂട്ടർ എക്സാം, DME, എയിംസ് എന്തായാലും വിളിക്കും. എയിംസ് എല്ലാ വർഷവും വിളിക്കുന്നതാണ്, ഈ വർഷവും വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി കിട്ടട്ടെ, അതിനുവേണ്ടി പ്രയത്നിക്കുക മാക്സിമം. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും എന്തെങ്കിലും വിജയം കൈവരും. അത് ഏതെങ്കിലും രീതിയിലായിരിക്കും. ചിലപ്പോൾ എക്സാമിന്റെ രീതിയിലായിരിക്കില്ല.
ചിലപ്പോൾ ഗവൺമെന്റ് എക്സാമിന്റെ രീതിയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ഗവൺമെന്റ് എക്സാമിന് വേണ്ടി നന്നായി പഠിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വെളിയിലോട്ടൊരു ചാൻസ് കിട്ടും. വെളിയിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചാൻസ് കിട്ടിയാൽ അവിടെ പോയാലും നിങ്ങൾക്ക് നല്ല കാശ് ഉണ്ടാക്കാം, ശമ്പളം ഉണ്ടാക്കാമല്ലോ. അപ്പം എവിടെ പോയാലും നല്ല രീതിയിൽ ഉള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. നന്ദി.